to my channel Study with me PCMB. ഇന്ന് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന ടോപ്പിക്കിന് ഒരു ക്വിക്ക് റിവിഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് നമുക്ക് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് അറിയണം. പൊട്ടൻഷ്യൽ എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യം ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. Potential at any point in an external field is defined as the work done in bringing a unit positive test charge from infinity to a particular point. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വർക്ക് ഡൺ ഉണ്ട്, പിന്നെ ഇവിടെ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ പോയിന്റ്. അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് പോവുകയാണെങ്കിൽ ഇക്വേഷൻ, ഈ ഡെഫിനേഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതാം. വി ഈക്വൽ ടു, വി എന്നാണ് പൊട്ടൻഷ്യലിനെ സിഗ്നിഫൈ ചെയ്യുന്നത് സിമ്പിൾ, ഈക്വൽ ടു വർക്ക് ഡൺ ഡബ്ല്യു ബൈ ക്യൂ നോട്ട് ടെസ്റ്റ് ചാർജിൻ്റെ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് കൺസിഡർ ചെയ്യാം, ഒരു പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റ് എ എന്ന് വെച്ചിട്ട് ഒരു പോയിന്റ് എടുത്തു. അപ്പോൾ ആ എ എന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി എ ഈക്വൽ ടു ഡബ്ല്യു ഇൻഫിനിറ്റി എ ബൈ ക്യൂ നോട്ട്. അതായത് ഇപ്പോൾ ഈ പോയിന്റ് ഇപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇതിൻ്റെ പേര് എ ആണ്, ഇവിടെ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇനി ഇവിടെ ഇൻഫിനിറ്റിയിൽ നിൽക്കുന്ന ആ പോസിറ്റീവ് ചാർജിനെ നമുക്ക് എയുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് എടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനാണ് ഇത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ വോൾട്ടാണ്. പിന്നെ പൊട്ടൻഷ്യൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ്. ഇപ്പോൾ വി ഈസ് പോസിറ്റീവ് ഫോർ പോസിറ്റീവ് ചാർജസ്. പോസിറ്റീവ് ചാർജസിന് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ചാർജസിന് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് മറ്റൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്, കുറച്ച് ഹയർ ലെവലിലേക്കുള്ള ഡെഫിനിഷനാണ്. ഇവിടെ നെഗറ്റീവ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫ്രം ഇൻഫിനിറ്റി ടു ആ ഗിവൺ പോയിന്റ്. അത് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം രണ്ട് പോയിന്റ്സ്, ലൈൻ എയും ബിയും. അപ്പോൾ പൊട്ടൻഷ്യൽ എ ബി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ എ ബി ബൈ ക്യൂ നോട്ട് അഗെയിൻസ്റ്റ് ആക്സിലറേഷൻ. അവിടെ ആക്സിലറേഷൻ വരുന്നില്ല, മറ്റൊരു ഫോഴ്സും ഇല്ല, ഈ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, മറ്റൊന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല. നെക്സ്റ്റ് അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനിഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. പൊട്ടൻഷ്യൽ രണ്ട് പോയിന്റ് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. വർക്ക് ഡൺ ഡിഫറൻസ് ആണ് നോക്കാൻ, നെഗറ്റീവ് ആണ് നിൽക്കുന്നത്. പിന്നെ ഒരു ഡെറിവേഷൻ ആണ് വരുന്നത്. ഈ ഡെറിവേഷൻ ചെയ്യാം. അതിൻ്റെ ജസ്റ്റ് ഡെറിവേഷൻ ചെയ്ത ആൻസർ, കൺക്ലൂഷൻ കിട്ടിയിരിക്കുന്ന ആൻസറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഡെറിവേഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് കിട്ടിയ ഫൈനൽ ഇതാണ്. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് വെച്ചുണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഇതാണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് പി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്, ഇവിടെ ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത്, തമ്മിലുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. പിന്നെ ഈ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജിന് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വി അഗെയിൻസ്റ്റ് ആർ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നെഗറ്റീവ് ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും പോകുന്നത്. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപ്പോൾ. ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഡൈപ്പോൾ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരിടത്ത് പോസിറ്റീവ് ചാർജും കാണും, മറ്റിടത്ത് നെഗറ്റീവ് ചാർജും കാണും. തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മിക്കവാറും 2a എന്നായിരിക്കും എടുക്കുന്നത്. പക്ഷെ അത് എടുക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ഇവിടെ ഓറിജിൻ വെച്ചിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ വരാതിരിക്കാൻ അപ്പോൾ 2 ക്യാൻസൽ ആയിപ്പോൾ 1/2 എന്നുള്ളത്. പിന്നെ ഇവിടെ മറ്റൊരു ടേം നമുക്ക് നോക്കാനുണ്ട്, ഡൈപ്പോൾ മൂവ്മെൻറ്റ്. ഡൈപ്പോൾ മൂവ്മെൻറ്റ് ഇക്വേഷനാണ് പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. ഇവിടെ ലെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഡൈപ്പോളിൻ്റെ ലെന്ത് ഇൻറ്റു ആ ചാർജ്. പിന്നെ ഇതിൽ കുറച്ച് കാര്യം, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപ്പോളിലെ ഡെറിവേഷനാണിത്. ഡെറിവേഷൻ്റെ ആ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഫസ്റ്റ് ഇത് പൊട്ടൻഷ്യൽ ആൻഡ് ആക്സിയൽ പോയിന്റ് ഓഫ് എ ഡൈപ്പോൾ എന്ന് പറയുന്നത് ഇതിൽ
കിട്ടുന്നത് V equal to 1/4πε0 into P/r². അപ്പോൾ ഇവിടെ P, പിന്നെ ഇവിടെ ഡൈപോൾ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് R ആണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇൻവേഴ്സ് സ്ക്വയറിലോ ഫോളോ ചെയ്യുന്നു. അതായത് V is directly proportional to 1/r². പിന്നെ അടുത്തത് പൊട്ടൻഷ്യൽ അറ്റ് ഇക്വറ്റോറിയൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ ഈക്വൽ ടു 0. ഈ ഇക്വറ്റോറിയൽ പോയിന്റിൽ ആണ് ഡൈപോൾ വരുന്നെങ്കിൽ, ഡൈപോൾ ഇക്വറ്റോറിയൽ പോയിന്റിലാണെങ്കിൽ പൊട്ടൻഷ്യൽ അവിടെ 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ തേർഡ് പോയിന്റ്, പൊട്ടൻഷ്യൽ അറ്റ് എനി ജനറൽ പോയിന്റ് ഓഫ് എ ഡൈപോൾ. ഒരു ജനറൽ പോയിന്റിൽ വരികയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് കൺസിഡർ ചെയ്യാൻ ഒരു ജനറൽ പോയിന്റ് ആണ്. അവിടെ നമ്മളൊരു ലൈൻ വരച്ചു. അപ്പോൾ അതിൻ്റെ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും കോസ് തീറ്റയും സൈൻ തീറ്റയും കാണും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇത് തന്നെയായിരിക്കും. V equal to 1/4πε0 into P cos θ/r². ഇതെല്ലാം ഡെറിവേഷനാണ്. ഡെറിവേഷനിൽ കൂടെയാണ് ഇതൊക്കെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഡെറിവേഷനിൽ ഞാൻ ക്യുക്ക് റിവിഷൻ പോലെ പെട്ടെന്ന് ഫൈനൽ ആൻസേഴ്സ് പറഞ്ഞു പോവാണ്. നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ്. സിസ്റ്റം ഓഫ് ചാർജസ് വരികയാണെങ്കിൽ കുറേ ചാർജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ V net എന്ന് എഴുതാം. V net equal to V1 plus V2 plus V3 plus Vn വരെ. അതായത് എല്ലാ ഡൈപോളുള്ള നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം, സിഗ്മ വെച്ചിട്ട്. അല്ലെങ്കിൽ 1/4πε0 എല്ലാത്തിലും കോമൺ ആണ്. അല്ലെങ്കിൽ 1/4πε0 പുറത്താക്കിയിട്ട് ബാക്കി എല്ലാത്തിനും ഇങ്ങനെ എഴുതാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. എക്സാംസിന് പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ. അത് ഇക്വേഷൻ ഇങ്ങനെയാണ്. V equal to -dV/dr. ഇത് വെക്റ്റർ ഫോമിൽ ഞാൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ. ഇവിടെ നെഗറ്റീവ് കാണുന്നില്ല, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ ആണ്. പിന്നെ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ട് ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതെല്ലാം സ്പിയർ ആണ്, ഇതെല്ലാം റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ട്, എയും ബിയും. അപ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഓഫ് ബി. ഇതിൻ്റെ അടുത്തുള്ളതിൻ്റെ പൊട്ടൻഷ്യൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ വലുത് മറ്റതിനേക്കാൾ. നെക്സ്റ്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലും സെയിം പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും എല്ലാ പോയിന്റ്സിലും. ഇതിപ്പോൾ കൺസിഡർ ചെയ്യാൻ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണല്ലോ. ഇപ്പോൾ ഇതിൽ കുറേ പോയിന്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ABCD. ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എല്ലാം ഈക്വൽ ആയിരിക്കും. അതായത് VA = VB = EC + VD. അതായിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ജസ്റ്റ് നോക്കാം. അതായത് ഇപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ആ പൊസിഷന് മൈനസ് മറ്റൊരു പൊസിഷൻ, അതൊരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ VA - VB = വർക്ക് ഡൺ ബൈ Q0. ഇക്വേഷൻ അറിയാം. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. ഈ VAയും VBയും സെയിം ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണിത്. ഇത് 0 ആയിപ്പോൾ. അപ്പോൾ 0 = W/Q0. അപ്പോൾ എന്താണ്, വർക്ക് ഡൺ അവിടെ 0 ആണ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇപ്പോൾ കൺസിഡർ ചെയ്യുക ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ജസ്റ്റ് വരയ്ക്കുകയാണ് ഒരു ആംഗിൾ, അവിടെ തീറ്റയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് തീറ്റയും വരും, ഇവിടെ സൈൻ തീറ്റയും വരും. അപ്പോൾ ഇവിടെ കോസ് തീറ്റ വന്നു കഴിഞ്ഞാൽ കോസ് തീറ്റ എന്തായാലും 0 ആയിപ്പോൾ. അപ്പോൾ കോസ് തീറ്റ = 0. അപ്പോൾ തീറ്റ എന്താണ്, 90 ഡിഗ്രി. കോസ് തീറ്റ 90 ആണ്. 0 ആണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിലും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൂ ഇലക്ട്രിക് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ. തേർഡ് പ്രോപ്പർട്ടി, നോ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാൺ ക്രോസ് ഈച്ച് അതർ. അവർക്ക് തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് കൺസിഡർ ചെയ്യാതെ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതിപ്പോൾ ഇവിടെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ ഇപ്പം സപ്പോസ് ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ എല്ലാ പോയിന്റ്സിലും 2 ആണ് ചാർജ് എന്ന് വെച്ചോളൂ, ഇതിൽ 3 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ പോയിന്റിൽ വരുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് 2 + 3 5 വരും. അപ്പോൾ അത് പറ്റില്ല, എല്ലാ പോയിന്റും സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് എനർജി ഓഫ് എ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും ഒരു ഡെറിവേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും എൻ്റെ സ്ട്രക്ചേഴ്സ്. ഇതുപോലെ പോകും, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലൈൻ, അതായത് നമുക്ക് കണ്ടുപിടിക്കുന്ന പൊട്ടൻഷ്യൽ ഇവിടെയാണ് തന്നിരിക്കുന്നത്, ഈ ബ്ലാക്ക് വെച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡൈപോൾ ഉണ്ട്, ഡൈപോളിൻ്റെ -q, ഇവിടെ +q, പിന്നെ ലെന്ത് 2a. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഫോഴ്സ് തന്നെയായി q × e. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അപ്പോൾ അതും q × e. ഈ ഫീൽഡ് മാറ്റിയിട്ട് ജസ്റ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊരു ഷേപ്പായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് ലൈൻ പെർപെൻഡിക്കുലർ കൂടെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫീൽഡ് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2a sin θ ആയിരിക്കും കിട്ടുക, കാരണം ഇവിടെ 2a ആണ് നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ലോവർ ക്ലാസ്സിൽ പഠിച്ച ടോയിൻ്റെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ടോ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ടോ ഈക്വൽ ടു പി ഡൈപോൾ മൂവ്മെൻറ്റ് പി ഇൻറ്റു ഇ ഇൻറ്റു സൈൻ തീറ്റ, പി ഇ സൈൻ തീറ്റ എന്ന ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കുറച്ച് കേസസ് നോക്കാം. ഇതാണ് ഫൈനൽ കേസ്. ഇപ്പോൾ തീറ്റ, ഇപ്പോൾ സപ്പോസ് ഇവിടുത്തെ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും അത് കിട്ടുന്നതെന്ന്. ഇപ്പോൾ തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ അത് ഏറ്റവും മാക്സിമം ആയിരിക്കും. അപ്പോൾ ടോ ഈക്വൽ ടു പി ഇൻറ്റു ഇ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇൻ കേസ് തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ അത് ഏറ്റവും മിനിമം വാല്യൂ ആയിരിക്കും. അപ്പോൾ ടോ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ dw എടുക്കുകയാണെങ്കിൽ ടോ ഈക്വൽ ടു d തീറ്റ ആയിരിക്കും. ഇതെല്ലാം ഡെറിവേഷനാണ്, ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം ടോ d തീറ്റ ആണെങ്കിൽ ടോയുടെ വാല്യൂ നേരത്തെ കിട്ടിയത് പി ഇ സൈൻ തീറ്റ. അപ്പോൾ പി ഇ സൈൻ തീറ്റ ഇൻറ്റു d തീറ്റ. അതിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെയാണ് എനർജി. ഇത് എനർജിയുടെ കേസാണ്. വർക്ക് ഡൺ ഈക്വൽ ടു എനർജി ആണ് നിങ്ങൾക്ക് ലോവർ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ യു ആയിട്ടും എഴുതാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അത് കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ 2 കൊത് വരും, അതായത് പി ഇ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. അപ്പോൾ ഇവിടുത്തെ ഡബ്ല്യു മാറ്റി, ഇവിടെ യു എന്ന് ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷൻ ഒന്ന് ജസ്റ്റ് നോക്കുക. ഈക്വൽ ടു പി ഇ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. അപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ കോസ് തീറ്റ, ഇൻ കേസ് അല്ല മോസ്റ്റ് ഓഫ് ദി കേസസ് കോസ് തീറ്റ 1 90 ഡിഗ്രി കൊടുക്കും, കോസ് തീറ്റ 2 0 ആയിരിക്കും കൊടുക്കുക. അപ്പോഴായിരിക്കും നമുക്കിത് ആൻസർ, നമ്മൾ ഉദ്ദേശിച്ച ആൻസർ കിട്ടുക. അതായത് യു ഈക്വൽ ടു മൈനസ് വരും, മൈനസ് പി ഇ കോസ് തീറ്റ ആൻസർ. 90 ഡിഗ്രി ആകുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ അനുസരിച്ച് അതിൻ്റെ ആൻസർ മാറിക്കൊണ്ടിരിക്കും. ഇൻ കേസ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവിടെ 0 അല്ല, ഇവിടെ തീറ്റയാണ്. തീറ്റ 2 തീറ്റ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഇവിടെ തീറ്റ 2 തീറ്റയാണ് ഉള്ള വാല്യൂ ഇപ്പോൾ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ വെച്ചാലും നമുക്ക് ആൻസർ യു ഈക്വൽ ടു മൈനസ് പി ഇ അതായിരിക്കും ഏറ്റവും മിനിമം. ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും. അതായത് ഇപ്പോൾ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അതും നമുക്ക് കിട്ടുന്ന ആ ഫീൽഡും ഈ സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കും, അതായത് തീറ്റ 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് തീറ്റ 180 ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ യു ഈക്വൽ ടു മൈനസ് പി ഇ കോസ് 180 ഡിഗ്രി. അപ്പോൾ യു ഈക്വൽ ടു പി ഇ എന്ന വാല്യൂ കിട്ടും. ഇത് പോസിറ്റീവാണ്, അത് മാക്സിമം ആണ്. തീറ്റ 180 മാക്സിമം ആണ്. പിന്നെ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഒരു ഡെറിവേഷനാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. ഡെറിവേഷനായിട്ട് ചോദിക്കുന്നതിനേക്കാളും പ്രോബ്ലംസ് ചെയ്യാൻ, ന്യൂമറിക്കൽസ് ചെയ്യാനായിരിക്കും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇനി കൺസിഡർ ചെയ്യാം, ഇവിടെ ചാർജസ് ഉണ്ട് Q1 Q2, അതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. ഇപ്പോൾ W അല്ലെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2/R. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ ആണ് വി ഈക്വൽ ടു W Q തീറ്റ. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു വി Q നോട്ട് എടുക്കാം. വി ഈക്വൽ ടു W/Q നോട്ടാണ്. അപ്പോൾ W ഈക്വൽ ടു വി Q നോട്ട്. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്, ഇത് ഫൈനൽ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലംസിൻ്റെ കേസിലാണ് ഇത് അടുത്തത് വരുന്നത്, ലാസ്റ്റ് ടോപ്പ് കോൺസെപ്റ്റ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ 3 ചാർജസ് തന്നിട്ടുണ്ട്, Q1 Q2 Q3 ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് 1/4πε0 ഇൻറ്റു Q1 Q2, Q1 Q2 ഡിവൈഡ് ബൈ R12 തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് Q1 Q3/R13 പ്ലസ് Q2 Q3/R23. ഇത് തമ്മിൽ അങ്ങനെ എല്ലാം തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കും. ഇൻ കേസ് നിങ്ങൾക്ക് 4 എണ്ണം തന്നിട്ടുണ്ട്, സ്ക്വയർ ഷേപ്പിലാണ് തന്നിരിക്കുന്നത് വെച്ചാലോ,
അതായത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഈ ഇവിടുത്തെ ചാർജും തമ്മിൽ കണക്ഷൻ കാണും, ഇവിടുത്തെ ചാർജ് തമ്മിലുള്ള കണക്ഷൻ കാണും. അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ച് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരെയാണ് ഇക്വേഷൻ ഈ ഫോർമുല ആയിരിക്കും. equal to 1/4π0 into Q1 Q2 by R12 plus Q1 Q3 by R13 plus Q1 Q2 by R14 plus Q2 Q3 by R23 plus Q2 Q4 by R24 plus Q3 Q4 by R34. ഇതായിരിക്കും ഇക്വേഷൻ വരെ. 5 വരെയാണെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ആയിരിക്കും. ഇത് കണ്ടുപിടിക്കാനുള്ള ഇത് സിമ്പിൾ ട്രിക്ക് ഞാൻ നേരത്തെ ഡെറിവേഷനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഡെറിവേഷൻ എടുക്കുകയാണെങ്കിൽ അത് നോക്കാം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഡെറിവേഷൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിലോട്ട് പോകാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം നല്ല സ്ലോയിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു ടോപ്പിക്ക്, കപ്പാസിറ്റൻസ് മറ്റൊരു ടോപ്പിക്ക്. അപ്പോൾ അതിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇത്രയേ ഉള്ളൂ, ഇത് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എടുത്തിരുന്നു. നെക്സ്റ്റ് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഡെറിവേഷൻസ് ആണ് ഇത് കംപ്ലീറ്റ്. ഇനി എത്ര ഡെറിവേഷൻസിൽ ഈ ചാപ്റ്ററിൽ ഉണ്ടെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ ആകെ 6 ഡെറിവേഷൻസിലാണ് നോക്കുന്നത്. ചാപ്റ്ററിലല്ല, ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ് ഒഴിച്ച് ഇത്രയാണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ, potential due to a system of charges, relation between electric field and potential energy of a dipole in uniform electric field, potential energy of a system of charges. ഈ 6 ഡെറിവേഷൻ ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള ഡെറിവേഷനുള്ള ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കാണും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ ട്രിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനം കാണിച്ച്, അതായത് ഇപ്പോൾ 4 ചാർജ് 5 ചാർജൊക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് 10 ചാർജ് വരികയാണെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ച് ചെയ്താൽ ടൈം വേസ്റ്റ് ആകും. പിന്നെ ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ ഇതിൽ എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് 100% ഒരു ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് ഡിറൈവ് ദിസ് വൺ, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് നോക്കണം. എന്തായാലും ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കണം. പിന്നെ സമയമുണ്ടെങ്കിൽ ന്യൂമറിക്കൽസ് ട്രൈ ചെയ്യാം. പല വെറൈറ്റി ഓഫ് ന്യൂമറിക്കൽസിനകത്ത് വരുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഒരു ക്വിക്ക് റിവിഷൻ ആയിരുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നൊരു കോൺസെപ്റ്റ്. ആ ചാപ്റ്റർ 2 ഡിവൈഡ് ചെയ്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന കോൺസെപ്റ്റിനുള്ള ക്വിക്ക് റിവിഷൻ ആയിരുന്നു. ഈ ഡെറിവേഷൻ ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ താങ്ക് യു.